മീനുകുട്ടി എന്തോ ഒരു ക്ലൂ അവർക്ക് കൊടുക്കട്ടെ. എന്തിന്റെ ആര്യക്കുട്ടി, ഒരാളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ ചേട്ടൻ നേരത്തെ പറഞ്ഞ ഒരു പേരാ. എന്താ വെച്ചാ ദ മെർമെയ്ഡ്, മത്സ്യകന്യക. അതാരാണെന്ന് പറയണം. രണ്ടാമത് കുറച്ചും കൂടെ ക്ലൂ തരാം, ഈസി ആയിരിക്കും. സ്വയം മീനിന്റെ കണ്ണുള്ളവൾ എന്ന് സ്വയം വിശ്വസിക്കുന്നവൾ. ഇതിന്റെ ഉത്തരം എനിക്ക് അറിയേയില്ല. എസ്പെഷ്യലി രണ്ടാമത്തെ ക്ലൂ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മീനിന്റെ കണ്ണാന്നല്ല, മീനിന്റെ ഷേപ്പുള്ള കണ്ണ്. അല്ലാണ്ട് എനിക്ക് മീനിന്റെ കണ്ണൊന്നും വേണ്ട. അതല്ലേ മറിമാൻ കണ്ണിയല്ല, മറിമീൻ കണ്ണി എന്ന് പറയും. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇത് മീനൂട്ടിനെ പറ്റി മാത്രമാണ്. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഇത് ഞാൻ ഈ ഉടുപ്പിട്ട് വന്നപ്പോ ഉണ്ണിയങ്കൾ പറഞ്ഞതാണ്. എന്ത് മത്സ്യകന്യകേനെ പോലെ ഉണ്ട്, കുറച്ച് മിനുക്കം കൂടി പോയോന്നൊരു സംശയമുണ്ട്. പക്ഷെ നമ്മുടെ പ്രീ ക്വാർട്ടർ ഒക്കെ അല്ലേ, അപ്പൊ കുറച്ച് കൂടുതൽ തിളങ്ങാന്ന് ഞാൻ വിചാരിച്ചു. ഏത് രീതിയിലുള്ള കണ്ണാണ്? ചാളയുടെ കണ്ണാണോ അതോ നെത്തോലിയുടെ കണ്ണാണോ? അയ്യേ അതല്ല കരിമീൻ കണ്ണി, മീനിന്റെ ഷേപ്പുള്ള കണ്ണ, മീനിന്റെ കണ്ണല്ല. അല്ലല്ല, പക്ഷെ അതുപോലെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഒന്നും ഇരിക്കുന്നില്ല, എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ശ്രദ്ധിച്ചു നോക്കൂ. അതെ, മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. ഉണ്ണിച്ചേട്ടൻ എന്താ ഒന്നും പറയാത്ത? എന്തായാലും ഗംഭീരായിട്ടുണ്ട്. ഉണ്ണിക്കളാ ഓഫ് ടേക്കില് പറഞ്ഞതൊക്കെ പറ, ഞാൻ അതിനല്ലേ വെയിറ്റ് ചെയ്യുന്നേ. സംഭവം ഉഗ്രനായിട്ട് ഉഗ്രനായിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളൊരു സർപ്രൈസ് കാണിക്കട്ടെ. എനിക്കിത് ആരെയും കാണിക്കണേന്നു. ഇത് കണ്ടോ, ഈ ചെരുപ്പും ഇത് കണ്ടോ, സെയിം സെയിം. അല്ല, അത് കാണണമെങ്കിൽ കയ്യിൽ ഇട്ടാൽ മതി. ഞാനൊന്ന് വിചാരിച്ചുണ്ടെങ്കിൽ ഇത്ര മാച്ച് വന്നപ്പോ കയ്യിലൊന്നിട്ട് വേണ്ട കേട്ടോ. ഇത്ര മാച്ച് ആയിട്ട് ഒരു ഡ്രസ് വരും വിചാരിച്ചിട്ട് ഇതിനു വേണ്ടി പണി കഴിപ്പിച്ച ഒരു ഡ്രസ് പോലെ. ടീച്ചർ വേറെ കാര്യമുണ്ട്. എന്റെ മോനെ പറഞ്ഞോ, ഈ കുട്ടി എന്നെ മുതുക്കെന്ന് വിളിച്ചു. ഞാൻ കൊള്ളും കേട്ടോ. ടീച്ചർ ഞാൻ മിടുക്കൻ എന്നാണ് പറഞ്ഞത്. മിടുക്കന്ന, പക്ഷെ ആ കുട്ടി മുതുക്കെന്നാണല്ലോ. ഇപ്പൊ എപ്പോഴും തെറ്റ് കേൾക്കുന്നു. ഇപ്പൊ ആണോ? അതെന്താ, പ്രായത്തിന്റെ അസ്കിത മൂലമാണോ അത്? പക്ഷെ കുഴപ്പമില്ല, മുടുക്കൻ എന്നായിരിക്കും പറഞ്ഞത് അല്ലേ? നല്ല മുടുക്കനായിട്ടുണ്ട്. അല്ലല്ല, മുടുക്കൻ, ഗുഡ് ബോയ്. ഓക്കെ, ഞാൻ ഇപ്രാവശ്യം ആര്യ ചേച്ചിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്തുകൊണ്ട്? കാരണം എന്താ വെച്ചാ ആര്യ മാമിന്റെ പേഴ്സണാലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇല്ല, അങ്ങനെയല്ല, അവള് ഫുള്ള് പറയട്ടെ, ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഞാനൊരു റെയർ രീതി. ചോദിച്ചോളൂ, കുഴപ്പമില്ല. നിങ്ങൾ എല്ലാരും അടിപൊളി പേഴ്സണാലിറ്റിയാ. ഞാൻ ആര്യ മാമിന്റെ രീതി പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു എനർജറ്റിക് പേഴ്സണാലിറ്റിയാണ്. പിന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് മൈൻഡഡ്. അപ്പം ഒരാളെ അപ്പം ഭയങ്കര ഒരു സാഡ് ആയിട്ടുള്ള കൂടെ നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവും. പോസിറ്റീവ് എനർജി കൊടുക്കുന്നവരാണ്. അല്ല, അങ്ങനെയല്ല, നിങ്ങൾ എല്ലാവരും അടിപൊളിയാണ്. ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.